ആടാ സാധനം വിളിച്ചേ നീയാ? இப்பதான் லீவ் விட்டாங்க, அதான் சொந்தக்காரனை பார்க்கலான்னு வந்தேன். நீ என்ன பார்த்தா படுத்துருக்குற, என்ன ப்ரோ? ഒരു അവധി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിപ്പോക്കി വന്നോണം കേട്ടോ. ബ്രോ വേക്കപ്പ് ബ്രോ. നീ ഒന്ന് പോവാമോ ഫാനൊന്നും ഇട്ടിട്ട്? ഇറങ്ങി വന്നേ, ഡാളിയാ ഇറങ്ങി വന്നേ. എന്റെ ഷർട്ട് എന്തിയേ? ഓ എന്റെ ഷർട്ടും കാണാനില്ല. ബ്രോ എന്റെ ടീഷർട്ട് അല്ലേ ഇവിടെ ഇട്ടേക്കുന്നേ? எஸ் ப்ரோ. ഊടാ ஏன் உங்க ஷர்ட்லாம் நான் போடக்கூடாதா? உரிமை கிடையாதா? അല്ലെങ്കിലും കസിലിനൊക്കെ പറഞ്ഞിരുന്ന പറഞ്ഞ തീരം പരിപാടി ഇതാണല്ലോ. வாட்? ഒന്നുമില്ല. ஐ டோன்ட் அண்டர்ஸ்டாண்ட். അറിയാ ഇന്നെങ്ങോട്ടാ? അറിയാ എത്ര താമസം? നീ വണ്ടി കയറ്റി വെക്കാം, എന്റെ വണ്ടിക്കകത്ത് പോവാം. നിന്റെ വണ്ടിയില്ല? എന്റെ വണ്ടിക്കകത്ത് പോവാം. അളയാ ഇങ്ങോട്ടൊന്ന് വന്നേ. അളയ ഈ കൊച്ചിനെ കണ്ടോ? മാളു എന്നാ പേര്. ഞാൻ ഇൻസ്റ്റ കൂടെ പരിചയപ്പെട്ട. ഇവിടെ എനിക്കറിയാം, ഇവിടെ എന്റെ കൂടെ പഠിച്ച 10ാം ക്ലാസ്സില്. എന്തു സീനെന്തു? അവള് ബ്രേക്കപ്പ് ആയിരുന്ന സമയമായിരുന്നു. അപ്പം പുള്ളിക്കാരിക്ക് ഞാൻ ഒരു അഡ്വൈസ് ചെറുതായിട്ട് കെയറൊക്കെ കൊടുത്ത പുള്ളിക്കാരിക്ക് എന്നെ ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി. പക്ഷെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, എനിക്ക് മിണ്ടാൻ ഒരു ഭയങ്കര പേടി. പുള്ളിക്കാരി എന്നെ കാണാൻ വരുന്നുണ്ട്. കമ്മിറ്റ് ആവാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം ചെറുക്കന്. ആദ്യമായിട്ടല്ലേടാ? നടക്കട്ടെ നടക്കട്ടെ, നമ്മളൊന്നും അറിയുന്നില്ലേ ഇപ്പൊ നിങ്ങളുടെ കാര്യങ്ങളൊന്നും. കൊള്ളാം, എന്തായാലും നടക്കട്ടെ. പോവാടാ, നമുക്ക് മഴ വരുന്നു. ശരി. പോവാ. നീ എന്താണ് കാറിലൊക്കെ? വണ്ടി വെച്ച് പണിയായിട്ട് വർക്ക്ഷോപ്പിൽ ഇരിക്കുന്നു. നീ വാ കേറ. പോവാം. എത്ര നാളായടാ ഒന്ന് പുറത്തോട്ടൊക്കെ പോയിട്ട്? അത് ശരിയാ, നമുക്ക് എന്തായാലും ഒരു സ്ഥലത്തോട്ട് പോവാ അപ്പം കേട്ടോ.
പിന്നെന്താണ്? പറ. എന്തു പറയാനാ, നിനക്കെപ്പോഴും ദേവിന്റെ കൂടെ കറങ്ങി നടക്കാനല്ലേ ഉള്ളു സമയം. പോടി, ഞാൻ എന്തൊരാവശ്യത്തിന് വിളിച്ചാലും ആദ്യം ഓടിയെത്തുന്ന അവനാ, അത് നിനക്കറിയാമോ? ശരി ശരി. അവനിപ്പോ എന്ത് പരിപാടി? കുറെ നാളായല്ലോ അവനെ കണ്ടിട്ട്. അവ ഇപ്പൊ ഒരു പെണ്ണുമായിട്ടൊക്കെ ഇങ്ങനെ മെസ്സേജ് ഇട്ടിങ്ങനെ ഇരിക്കുന്നു. അവൻ ഇൻസ്റ്റയിൽ ഒരു പെണ്ണുമായിട്ട് പരിചയപ്പെട്ടു കേട്ടോ. മെസ്സേജ് ഇട്ടിരിക്കുന്നവൻ നമ്മളൊന്നും ഇപ്പൊ വിളിച്ചാ അപ്പൊ എടുക്കുന്ന പോലും ഇല്ല. ഇങ്ങനെ പോയാൽ അവൻ കമ്മിറ്റ് ആവുമല്ലോ. നോക്കാം, അറിയത്തില്ല. നമുക്ക് എവിടെയും പോയാലോ? പോവാം. മഴത്തൂവൽ മൗനമായി നീ വന്നു ചേർന്നിടുമോ, ഹൃദയത്തിൻ ജീവനായി നീ അരികിലായി ചേരുമോ, ഓർമ്മതൻ പ്രിയവാതിലിൽ അലിയാൻ നീ കൂടുമോ, നിലാവിൽ കുളിരോളമായി എൻ ജീവനിൽ പോരുമോ. പുതുജീവനിൽ ഒഴിയാതെ നീന്തിടുന്ന സ്നേഹമാ നിൻ കൈകളിൽ എൻ ഹൃദയവാക്കായിരാ, നിൻ ശ്വാസമെന്നിൽ തഴുകുമ്പോൾ പൂവായി വിരിയും ഈ സ്നേഹസ്പർശം, മഞ്ഞുപോൽ നീ പെയ്യുമ്പോൾ കുളിരേകി എന്നും നിറയും പ്രണയം. മഴത്തൂവൽ മൗനമായി നീ വന്നു ചേർന്നിടുമോ, ഹൃദയത്തിൻ ജീവനായി നീ അരികിലായി ചേരുമോ, ഓർമ്മതൻ പ്രിയവാതിലിൽ അലിയാൻ നീ കൂടുമോ, നിലാവിൽ കുളിരോളമായി എൻ ജീവനിൽ പോരുമോ. ഹലോ, പറയടാ. ഇറങ്ങി വന്നേ. ഓക്കേ, വരാം. മാളു, മാളു പറയടാ.
പോലെ നീ മെസ്സേജ് അയക്കാൻ നേരം നല്ല മെഡിക്കണാണല്ലോ. നേരിട്ട് കാണുമ്പോ എന്താ എന്താത്ത? എനിക്ക് എന്തോ സംസാരിക്കണമെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് ചോദിച്ചോട്ടെ, എനിക്ക് എന്നെ ഇഷ്ടമാണോ? എനിക്ക് നിന്നെ ഇഷ്ടമാണല്ലേ ഞാൻ നിന്നെ കാണാമെന്ന്. ഞാൻ തിരക്കില്ല, പിന്നെ വിളിക്കാം. ഓ അത്രയ്ക്ക് അങ്ങ് തിരക്കാണോ? നടക്കട്ടെ നടക്കട്ടെ. എടാ ഇത് കിരൺ അല്ലേ? അവിടെ എന്റെ ഫ്രണ്ട് അല്ലേ? ഞങ്ങൾ ഒരുമിച്ച് 10th ട്യൂഷൻ പഠിച്ചേ. ഞാൻ എല്ലാ കാര്യം എന്റെ അടുത്താ പറയാനോ, നമ്മുടെ കാര്യം അവനറിയാം. ഷേ കിരണെ എനിക്ക് അറിയാവുന്നയാ. അപ്പൊ നമുക്ക് ഒരു സമയം മീറ്റ് ചെയ്യാം. നമുക്കിപ്പോ അങ്ങ് ഇറങ്ങിയാലോ? ഈ കാലത്തൊന്നും ഓരോരുത്തരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. ப்ரோ ഫോൺ അപ്പഴേന്ന് അടിച്ചിട്ട് இருக்கு. என்ன எடுத்து பேசலாம்ல? എപ്പടാ ഒന്നും അറിയാതെ സംസാരിക്കോ കേട്ടോ. ഞാൻ നോക്കിക്കോളാം അവന്റെ ഫോൺ അറ്റൻഡ് ചെയ്യണോ വേണ്ടെന്നുള്ളത്. என்ன ப்ரோ இது? இந்த வரேன். എനിക്ക് ഇതുവരെ തമിഴ്നാട്ടിലൊന്നും പോകാൻ സമയമായില്ല. ப்ரோ கொஞ்சமாச்சு ஃபோன் எடுத்து பேசுங்க ப்ரோ. அவங்க எந்த சிச்சுவேஷன்ல இருக்காங்க தெரியாதுல. நீங்க மட்டும் ஃபோன் அட்டன் பண்ணாம இருக்கீங்க. கொஞ்சமாச்சும் எடுத்து பேசுங்க. ஒரு எமர்ஜென்சியா இருக்கலாம், இல்லை ஒரு மெடிக்கல் எமர்ஜென்சியா இருக்கலாம். ஏன் இப்படி நீங்க அவாய்ட் பண்றீங்க? நம்ம என்ன எதுவும் கேட்க வேண்டாமா? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ப்ரோ நீங்க முன்ன மாதிரிலாம் இல்லை ப்ரோ, ரொம்ப மாறிட்டீங்க. சின்ன வயசுல பார்த்த மாதிரிலாம் இல்லை. நீங்க உங்க நல்லதான் சொல்றேன். ശരി ഓ പോയാ ഓ ப்ரோ உங்கள்கிட்ட ஒரு விஷயம் சொல்லணும். ஒரு ஆள் இருக்கும்போது அருமை தெரியாது,
அந்த ஆள் இல்லாத போது அறிவு புரியும். பார்த்து இருந்துக்கும். കിര ഇറങ്ങി വന്നേ കിര. എന്തുവാടാ കുഴപ്പം എന്തുവാ? നീ എന്താണ് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? എത്ര നേരം കൊണ്ട് വിളിക്കുവാ? എന്തുവാടാ കാണാൻ വെച്ചോണ്ടിരിക്കുന്നത്? നിനക്ക് സംസാരിക്കാൻ പെണ്ണൊക്കെ ആയപ്പോ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ടാ ഞാനിങ്ങ് വന്ന്. നീ കേറിയോ? അളെ നീ എന്തോ മിണ്ടാത്തേ? കാര്യം പറ. എന്തിങ്ങനെ മിണ്ടാതൊക്കെ നിൽക്കുന്നേ? പ്രശ്നോ? എനിക്കെന്ത് പ്രശ്നം? പ്രശ്നം മൊത്തം നിനക്കല്ലേ. ഒരു പെണ്ണ് തെറ്റാന്നും പറഞ്ഞോണ്ട് നമ്മളെ ഇട്ടേച്ച് പോയതല്ലേ അന്ന്. സോറി ഇളയാ. എടാ നിന്റെ ജീവിതത്തിൽ ഇനിയും പുതിയ ആൾക്കാർ ഒത്തിരി വരും. പക്ഷെ നീ കൂടെ നിന്നവനെ ഒരു കാരണവശാലും ചതിക്കാൻ പാടില്ല. ആലോചിച്ചോ നീ അത്? എടാ അന്നത്തെ ആ ഒരു മൈൻഡിൽ ഞാൻ അവർക്ക് അങ്ങനെ സംസാരിച്ചു പോയതാ. എനിക്ക് ചതിക്കണമെന്നൊന്നും വിചാരിച്ചിട്ടല്ല. എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ നീ എൻ്റെ കൂടെ കാണത്തുള്ളൂ. എടാ നിനക്ക് ആരും ഇല്ലാത്ത സമയത്ത് ഞാനേ ഉള്ളായിരുന്നു കൂടെ. അതുപോലെ തന്നെയാണ് എനിക്കും. അല്ലെ അത് പോട്ടെ. എൻ്റെ ജീവിതത്തിൽ നീയും വേണം, എനിക്ക് അവളും വേണം. നമുക്ക് പഴയ പോലെ ആവാം. കൂടെ നിൽക്കുന്ന നീ അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിക്ക് തന്നെ വിഷമം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തത്. സോറി ഇളയാ. നമുക്ക് ചായ കുടിക്കാൻ പോകാം. വാ. അതെയാ. ഹലോ, പറയടി ഭയ്യ, പറ. എവിടാ? വരാം. അവനുണ്ട്. എന്ത് കാര്യം പറ. ശരി വരാം. നമ്മൾ വിളിക്കുമ്പോഴുള്ള വഴക്കം. എടാ നിന്നെയും കൂടെ വിളിച്ചുകൊണ്ട് അവൾ അവിടെ വരാൻ പറഞ്ഞത്. ബാബുവ. ഡോണ്ട്രി അവര് വരുന്നു. ആള് നീ എന്തിനാ വിളിച്ചേ? നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? പ്രശ്നോ? അതൊക്കെ എന്ത് പ്രശ്നം? അതൊക്കെ എപ്പോഴും കഴിഞ്ഞില്ലേ? സത്യം. നമ്മളാരായി പോ. ഇതൊക്കെ ഇവരെങ്ങനെ അറിഞ്ഞേ? ശരിയാ, നിങ്ങൾ അങ്ങനെ അറിഞ്ഞു? നമ്മളറിഞ്ഞു. അതൊക്കെ എന്തിനാ നീ അറിയണേ? ഓ ശരിയാടേ. അതെ നമുക്ക് പോയാലോ? പോവാം.